ഡോക്ടർ, നമുക്കിപ്പോൾ എയുടെ കാലമാണല്ലോ. അപ്പോൾ അടുത്ത 10-20 വർഷത്തിനുള്ളിൽ ഡോക്ടർമാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും റോബോട്ടുകൾ ചെയ്യുന്നു പറയുന്നുണ്ട്. ഇത് എത്രത്തോളം പോസിബിൾ ആണ്? അത് പോസിബിൾ അല്ല. കാരണം AI ആയാലും റോബോട്ടായാലും മെജോറിറ്റി ഓഫ് ദ കേസസ് റോബോട്ടിക് അസിസ്റ്റഡ് ആണ്. അതിൽ ഹ്യൂമൻ ഹാൻഡ് ഇല്ലാതെ നടക്കില്ല. കാരണം ഇത് ഒരു മെഷീനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെയല്ല ഹ്യൂമൻ ബോഡിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ബോഡിയിൽ അതിനകത്ത് സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ടാവും, അതിന് നെർവ്സ് ഉണ്ടാവും, വെസൽസ് ഉണ്ടാവും. അപ്പോൾ ഈ വെസൽസും നെർവ്സും എല്ലാം മാറ്റി സേഫായിട്ട് വെച്ചതിന് ശേഷം മാത്രമേ ഈ റോബോട്ടിൻ്റെ ജോലിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ജോയിൻ്റ് എക്സ്പോസ് ചെയ്യുന്നതും ജോയിൻറ്റിലെ സോഫ്റ്റ് ടിഷ്യൂ ഡിസെക്റ്റ് ചെയ്യുന്നതും എല്ലാം ഹ്യൂമൻ ഹാൻഡിലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് നല്ല പ്രിസിഷൻ കിട്ടും, ആക്യുറസി കിട്ടും ചെയ്യുന്ന പ്രൊസീജിയറിന്. അപ്പം അത് നമ്മൾ സർജറിക്ക് മുമ്പേ തന്നെ ഇതിനകത്ത് എന്തുമാത്രം ഗ്യാപ്പുണ്ട്, എന്തുമാത്രം ഗ്യാപ്പ് നമ്മൾ കറക്റ്റ് ചെയ്യണം എന്ന് അന്നേരം നോക്കിയതിന് ശേഷം ഈ റോബോട്ടിൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും റോബോട്ട് ഹ്യൂമൻ ഹാൻഡിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു സാധ്യതയും ഞാൻ കാണും. ഡോക്ടർ, അതുപോലെ തന്നെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഇപ്പോൾ ഒരുപാട് പുതിയ സാധ്യതകൾ വരുന്നുണ്ട്. അതിൽ ഈ റോബോട്ടിക് സർജറി എങ്ങനെയാണ് ഹെൽപ്പ് ആവുന്നത്? മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതായത് ഏകദേശം നമ്മളിത് തുടങ്ങിയ ഒരു 1965-70 കാലഘട്ടത്തിലാണ് ഇത് വേൾഡ് ഓവർ തുടങ്ങുന്നത്. ഇന്ത്യയിലൊക്കെ എത്തി തുടങ്ങുന്നത് ഒരു 80s 90s അതായത് 1980s 90s തുടങ്ങുന്നത്. അപ്പം ഈ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക തരത്തിലുള്ള ജിഗുകൾ ഉപയോഗിച്ച് ആണ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ജിഗ് എന്ന് പറയുമ്പോഴത്തേപ്പോൾ ഒരു മുട്ടിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ മാനുവലായിട്ട് എടുത്തിട്ട് അത് ഈ ജിഗിൽ നോക്കി അത് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് അതിന് പറ്റിയ ഇംപ്ലാൻസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇംപ്ലാൻസ് എന്ന് പറഞ്ഞാൽ അകത്ത് വെക്കുന്ന പ്രോസസ്സ്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് അതിനകത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നത് ഈ കമ്പ്യൂട്ടർ നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് വന്നു. അതായത് കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടുകൂടി ഇതിനകത്തിൽ എന്തുമാത്രം മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്, ഏത് സൈസിലുള്ള ഇംപ്ലാന്റ് യൂസ് ചെയ്യണം, അതൊക്കെ വന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമുക്ക് റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ട് AI ടെക്നോളജി വെച്ചിട്ട് റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ട് ഈ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്യുറസി ആൻഡ് പ്രിസിഷൻ. അപ്പം സാധാരണഗതിയിൽ നമ്മൾക്ക് ഹ്യൂമൻ എറർ ഉണ്ടാകാതെ ഇത് സൂക്ഷിക്കും. ഒരു ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞാൽ ഒരു 1 millimeter, ഒരു മില്ലിമീറ്റർ താഴെ എറർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റോബോട്ടിക് പ്രൊസീജിയർ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ സർജറി പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ലിഗമെൻ്റ് ബാലൻസിങ് ഒക്കെ കറക്റ്റ് ആണോ. അപ്പോൾ ഒരു mm കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ റോബോട്ട് ഇതിൻ്റെ കട്ട് എടുക്കാൻ, അതായത് ഈ ബോൺ കട്ട്സ് എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം അത്ര ആക്യുറസി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്ര ആക്യുറസി കിട്ടുമ്പോൾ ഈ രോഗികൾക്കത് വളരെ പ്രയോജനപ്രദമാണ്. കാരണം ഒന്ന്, ഇവരെ ഏർലിയായിട്ട് എത്രയും പെട്ടെന്ന് ഇവരെ മൊബിലൈസ് ചെയ്യാൻ പറ്റും. ഇവരുടെ ജോയിൻറ്റിൻ്റെ ലിഗമെൻറ്റ്സ് ഒക്കെ വളരെ നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ട് ഇവർക്ക് നടക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ വേറെ അഡ്വാൻസ്മെൻറ്റ് ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ ഓരോ രോഗിക്കും സ്പെസിഫിക്കായിട്ട് പേഷ്യൻ്റ് സ്പെസിഫിക് ഇംപ്ലാൻസ് വരുന്നുണ്ട്. അത് നമ്മൾ സാധാരണഗതിയിൽ നേരത്തെ തന്നെ ഇതിൻ്റെ 3D CT സ്കാനൊക്കെ എടുത്തിട്ട് അതിൻ്റെ മോൾഡ് ഉണ്ടാക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്ലാൻസ് എടുക്കുന്നത്. അപ്പോൾ എന്നിട്ടെന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇംപ്ലാൻസ് ഓരോ സൈസസ് ഉണ്ട്. അപ്പോൾ ആ സൈസ് ഈ രോഗിയുടെ നീ ഫിറ്റ് ആവണം. അതാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് ഫിറ്റ് ആവണം. അപ്പോൾ ഈ സൈസിനനുസരിച്ച് നമ്മൾ ഫിറ്റ് ആവണം. പക്ഷേ ഇപ്പം നമ്മളുടെ സൈസിനനുസരിച്ച് നമുക്ക് ഇംപ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി അഡ്വാൻസ്മെൻറ്റ് ഇതിലെല്ലാം ഉണ്ട്. താങ്ക് യു ഡോക്ടർ.